ഇപ്പം നല്ല മഴക്കാലമാണ് അല്ലേ? അസുഖങ്ങളൊക്കെ വരാൻ കൂടുതലും ചാൻസസ് ഉള്ള ഒരു ടൈമും കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ കോൾഡ്, കഫ് അങ്ങനെയുള്ള പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. അതായത് ഏതൊരു സീസണിലാണെങ്കിലും നമ്മളെപ്പോഴും ബാലൻസ്ഡ് ഫുഡ് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതുവഴി നമ്മുടെ എനർജി, ഒരു ഡേയിലേക്ക് വേണ്ട എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു 5 ഫുഡ് ഐറ്റംസ് നമ്മുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിലൊന്നാമത്തേന്ന് പറയുന്നത് ടെർമറിക് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിൽ ഒരു മിൽക്കിൽ നമുക്ക് ടെർമറിക് ആഡ് ചെയ്ത് ടെർമറിക് മിൽക്ക് കഴിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ്, സിട്രസ് ഫ്രൂട്ട്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ആംല, അതേപോലെ നാരങ്ങ, ഓറഞ്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ അയൺ കണ്ടൻറ്റൊക്കെ കൂടാനും അതേപോലെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടാനൊക്കെ നല്ലതാണ്. അത് നമുക്ക് ഏത് സീസണിൽ വേണമെങ്കിലും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ വരുന്നത് ജിഞ്ചർ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി മാത്രം ബൂസ്റ്റ് ചെയ്യുന്നതല്ല, നമുക്ക് ഈ സമയത്തൊക്കെ ഗട്ട് ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ജിഞ്ചർ ടീ, അതേപോലെ കറികളിലൊക്കെ ജിഞ്ചറൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഗാർലിക്കും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയും നമുക്ക് ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് വയറിന് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യാം. അത് കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് ദാഹിക്കത്തില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുടി കുറയും. അതുവഴി യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവതും വെള്ളം കുടിക്കുക. പുറത്ത് നല്ല ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കോൾഡായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും കഴിവതും ആരോഗ്യം ശ്രദ്ധിക്കുക, ഭക്ഷണ രീതിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.